ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നാരായണ. എല്ലാവർക്കും വണക്കം. എനിക്ക് മലയാളത്തിലേ പറയാനേ അറിയുള്ളൂ. കൊഞ്ചം കൊഞ്ചം തമിഴ് തെരയും. அது இந்த மாதிரி பேசுறதுக்கு அதுவும் தெரியாது. அதனால மலையாளத்திலே இது പറഞ്ഞിട്ടേ இருக்கும். പൂജ്യ സ്വാമിജി വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള സ്വാമിജിമാർ, എല്ലാ മഹത് വ്യക്തികളും, ഈ വിശേഷ ദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാജ്യോതി അധ്യാപകർക്കും ആചാര്യന്മാർക്കും അഭിനന്ദനങ്ങൾ. സ്വാമിജിയായിട്ടുള്ള പരിചയം വളരെ കാലമായിട്ട്, ഒരു 5-6 വർഷമായിട്ട് ഉള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം പക്കത്തിലായിരുന്നു വീടൊക്കെ ഉണ്ടായിരുന്നത്. വീടുണ്ടായിരുന്നു, ഇപ്പോഴും വീടുണ്ട്. കന്യാകുമാരി അടിക്കടി വരുമായിരുന്നു. മരുത്വാമലയിൽ, കന്യാകുമാരിയിലെല്ലാം വരുമായിരുന്നു. അപ്പോൾ ഇവിടെയും 2-3 തവണ വെള്ളിമലയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു 33-34 വർഷം മുന്നേ. അതിൽ സ്വാമിജിയെ 2 വട്ടം മധുരാനന്ദ സ്വാമിജിയെ ഇങ്ങനെ പാത്തിരിക്ക. അവർ കോവിലിൽ അവിടെ വന്ന് ഇരിക്കുക. അങ്ങനെ നമ്മൾ 1-2 പേരുണ്ടാകും. അപ്പോൾ അവിടെ വന്നിങ്ങനെ ഇരിക്കും. രാത്രി കഴിച്ചിട്ട് രാവിലെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് അവിടെ കോവിലിൽ നിത്യപൂജ അങ്ങനെ ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ഒരു വെള്ളിക്കിഴമയില എന്താ ഒരു ദിവസം അതിൻ്റെ പൂജ ഇരുന്നത്. അപ്പോൾ ഈ സ്ഥലമായിട്ട് അങ്ങനെയുള്ള പരിചയമുണ്ട്. പിന്നെ അങ്ങനെ ഇവിടുന്ന് ഹിമാലയത്തിലേക്ക് പോയി. ഒരു 10-30-31 വർഷമായിട്ട് ഹിമാലയത്തിലാണ് ഉള്ളത്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സനാതനധർമ്മത്തിന് വേണ്ടി പൂജ്യ സ്വാമിജികൾ ഈ ആശ്രമം മുഖേന ചെയ്യുന്ന ഈ അധ്യയനം, നമ്മൾ പണ്ട് പുരാണങ്ങൾ, കഥകളൊക്കെ പറയുമ്പോൾ അതിലെ ഋഷികളെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വലിയ വലിയ ഋഷിമാർ അവരുടെ ഋഷികുലത്തിൽ, ഗുരുകുലത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ സനാതനധർമ്മത്തിൻ്റെ ധർമ്മജ്ഞാനം പഠിച്ച് പ്രചരിപ്പിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പുരാണങ്ങൾ കേട്ടിട്ടുണ്ട്. അത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ ആണെങ്കിൽ, ഇന്ന് കലിയുഗത്തിൻ്റെ ഈ കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഭഗവത് കൃപ കൊണ്ട് ആ ഋഷിമാരുടെ പരമ്പരയെ, അല്ലെങ്കിൽ അതുപോലെ ആ ഋഷി തുല്യനായിട്ടുള്ള സ്വാമിജിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ സ്വാമിജിയുടെ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഈ പറഞ്ഞ 5 വർഷം മുമ്പ് ഇവിടെ കന്യാകുമാരിയിൽ നമ്മളൊരു പരിപാടി നടത്തിയിരുന്നു. വിവേകാനന്ദ കേന്ദ്രയിൽ 12 ദിവസത്തെ
ഭാഷ്യപാരായണ പരിപാടി. ആ പരിപാടിക്ക് ഇവിടെ വന്നപ്പോഴാണ് സ്വാമിജിയായിട്ട് കൂടുതൽ പരിചയപ്പെടാനും സ്വാമിജിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിഞ്ഞത്. മുമ്പ് കേട്ടിട്ടുണ്ട് സ്വാമിജിയെക്കുറിച്ച്. കാരണം സ്വാമിജിയുടെ ഒരു മുതിർന്ന ഗുരുഭായി ഗംഗാനന്ദ സ്വാമിജികൾ നമ്മുടെ ഉത്തരകാശിയിലുണ്ടായിരുന്നു. പൂജ്യ മധുരാനന്ദ സ്വാമിജിയുടെ ശിഷ്യനായിട്ടുള്ള സ്വാമിജിമാർ. അപ്പോൾ അദ്ദേഹം മുഖേന സ്വാമിജിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കാണുന്നത് അപ്പോഴാണ്. അപ്പോൾ അത് ഈ പ്രവർത്തനം മനസ്സിലാക്കിയപ്പോൾ വാസ്തവത്തിൽ ഈ മേഖലയ്ക്ക്, ഈ ഒരു തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്വാമിജിയുടെ ജീവിതം അല്ലെങ്കിൽ സ്വാമിജിയുടെ ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഈ പ്രവർത്തനം അത്യദ്ഭുതമാണ്. അത് ഋഷി പരമ്പരയിൽ വരുന്ന അതേ കാര്യം തന്നെയാണ്. പാണ്ഡിത്യവും വേദജ്ഞാനവും ശാസ്ത്രജ്ഞാനവും ഒക്കെ ആവശ്യമാണ്. അതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അത് ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ അത് പ്രാക്ടീസാക്കാം, എങ്ങനെ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, അത് കുട്ടികളിലൂടെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ട്, ഹിന്ദു ധർമ്മത്തിൻ്റെ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രയോഗിക്കാം എന്ന് നമ്മൾ സ്വാമിജിയെ പോലുള്ള മഹാത്മാക്കളിൽ നിന്ന് മനസ്സിലാക്കണം. ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ്റെ പരമ്പരയിൽ വിവേകാനന്ദ സ്വാമിജികൾ വന്നു. വിവേകാനന്ദ സ്വാമിജികൾ ലോകത്തിൻ്റെ മുഴുവൻ ഒരു വേദാന്ത ആചാര്യനായി, ലോകോദ്ധാരകനായി പ്രവർത്തിച്ചു. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ പരമ്പരയിൽ ഇന്നും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പ്രോത്സാഹനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന അനേകം സന്യാസിമാരെ കാണാൻ കഴിയും. അപ്പോൾ അത് രാമകൃഷ്ണ മിഷൻ്റെ നേരിട്ടുള്ള പ്രവർത്തനമായാലും അല്ലെങ്കിൽ അവരുടെ ശിഷ്യ പരമ്പരയിൽ പെടുന്നവരുടെ പ്രവർത്തനമായാലും. ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു പുനരുദ്ധാരണം, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥാരൂപതമായൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ രീതിയിൽ, ഒരു മിഷൻ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടുവന്നത് രാമകൃഷ്ണ മിഷനാണ്, വിവേകാനന്ദ സ്വാമിജികളാണ്. അല്ലാതെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നമുക്കൊരു 100, 150 വർഷം, 200 വർഷം നമ്മൾ എടുത്ത് പറയുമ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ അതുപോലൊരു മഹാത്മാവ് ഉണ്ടായിട്ടില്ല. അതിന് കാരണം എന്താണ്? സ്വാമിജി ആനുകാലികമായ സമയത്തിനനുസരിച്ച് ശാസ്ത്രങ്ങളെ മനസ്സിലാക്കി അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പരമ്പര അതുപോലെ, ആ പ്രവർത്തനം അതുപോലെ എല്ലാ മേഖലയിലും, അവിടെ ജാതിഭേദങ്ങളൊന്നുമില്ലാതെ, സ്ഥാനഭേദങ്ങളില്ലാതെ, ഉച്ചനീച ഭാവമില്ലാതെ ആ സമത്വ ഭാവനയിലൂടെ നിങ്ങളെല്ലാവരെയും ശിക്ഷിതരാക്കി, വിദ്യാജ്യോതികളാക്കി, ഗുരുക്കന്മാരാക്കി, ആചാര്യന്മാരാക്കി തീർത്ത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രചാരം കുട്ടികളിലേക്ക് എത്തിക്കുന്നു. അതിന് എത്ര തന്നെ അനുമോദിച്ചാലും അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത് 2 വാക്കുകൾ സ്വാമിജിയെക്കുറിച്ച് പറയണം എന്നെനിക്ക് വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞു. ഞാനങ്ങനെ എത്തിപ്പെട്ടതാണ് ഇവിടെ, എൻ്റെ ഒരു യാത്രയിൽ ഇവിടെ വന്നു പെട്ടതാണ്. അപ്പോൾ സ്വാമിജിയുടെ പരിപാടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഈ പരിപാടി മാത്രമാണ് ഒരു പബ്ലിക് പരിപാടിയായിട്ട് ഈ യാത്രയിൽ ഞാൻ സ്വീകരിച്ചത്. ബാക്കി മറ്റൊരു പരിപാടിയും ഇല്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം കേൾക്കാൻ വേണ്ടി വന്നതാണ്. വേറെ പരിപാടി ഒന്നും ഏറ്റെടുത്തില്ല. പക്ഷേ സ്വാമിജിയുടെ ഇവിടെ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കും, സ്വാമിജിയെ ദർശിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തിയതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആ സാന്നിധ്യം, നിങ്ങളുടെ എല്ലാവരുടെയും മുഖങ്ങൾ കാണുമ്പോൾ, ആ പ്രസന്നത കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ 2-3 കാര്യങ്ങൾ പറയാം. അത്യാവശ്യം നമ്മൾ ഇന്നത്തെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തേതായിട്ട് ഉള്ളത് നമുക്കറിയാം, ഹിന്ദു ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ
ഏറ്റവും തടസ്സമായിരിക്കുന്നത് ഭേദമാണ്. അതായത് ഉച്ചനീച ഭാവങ്ങളെന്നും പരസ്പരം ജാതിയിൽ മറ്റും പറഞ്ഞ് ഭേദങ്ങൾ സൃഷ്ടിക്കുക. ഭേദം എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഭിന്നത. അതെന്താ തമിഴ് എന്താ പറയുക? അപ്പോൾ അത് ആണ് ഏറ്റവും നമുക്ക് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അനാദികാലം തൊട്ട് അത് തന്നെയായിരുന്നു പ്രശ്നം. അപ്പോൾ അത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കുറച്ച് അതിനൊരു വ്യത്യാസം വന്നു. ഭാരതം സ്വതന്ത്രമായി, നമുക്ക് സ്വാതന്ത്ര്യത്തിനനുസരിച്ചൊരു ഭരണഘടന ഉണ്ടായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ നിയമപരമായിട്ട് അതൊക്കെ മാറ്റപ്പെട്ടു എന്ന് കരുതുന്നുവെങ്കിലും വാസ്തവത്തിൽ സമൂഹത്തിൽ നോക്കിയാൽ അത് മാറ്റപ്പെടാതെ നിൽക്കുന്നു. അത് മാത്രമല്ല, അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതിനെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ സ്വാമിജിമാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും നിഷ്കാമമായിട്ട് പ്രവർത്തിച്ച് ശ്രമിക്കുമ്പോൾ അത് വരാൻ പാടില്ല, അങ്ങനെ ഒരുമിക്കാൻ പാടില്ല എന്ന കുതന്ത്രം ഉപയോഗിച്ച് നമ്മളെ എപ്പോഴും വിഘടിപ്പിച്ചു വെക്കണം. ജാതി കൊണ്ടാണ് വിഘടിപ്പിക്കാൻ ഏറ്റവും സുഗമമായിട്ട് വിഘടിപ്പിക്കാൻ പറ്റുക, ജാതി കൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ജാതി കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ തമിഴ്നാട് ഒരു സംസ്ഥാനം എടുത്താലും, ഒരു രാജ്യം എടുത്താലും, ഒരു സ്റ്റേറ്റ് എടുത്താലും അതിലെ ജില്ലകളനുസരിച്ചുള്ള ഭേദങ്ങൾ സൃഷ്ടിക്കും. ആ ജില്ലക്കാർക്ക് കൂടുതൽ, ഈ ജില്ലക്കാർക്ക് കുറവ്, അവിടെ അങ്ങനെ അവിടെ ഇങ്ങനെ. അത് കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലി പാർട്ടികൾ സൃഷ്ടിക്കുന്ന ഭേദം. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഭാരതത്തിലുള്ള ഏത് പാർട്ടി എടുത്താലും എല്ലാ പാർട്ടിയിലും ഏറ്റവും കൂടുതലുള്ളത് 80% 90% ഉള്ളത് ഹിന്ദുക്കളാണ്, അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതാണ്, എല്ലാ പാർട്ടികളും ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക? മറ്റ് മതക്കാർ അവരുടെ ഐക്യമുണ്ട്, അവർക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവർ വന്നാൽ എല്ലാവരും കൂടെ വരും. അപ്പോൾ ഇവരെന്താ ചെയ്യുക? പാർട്ടിക്കാർ അത്തരം ചില കുബുദ്ധികളെ ഉപയോഗിച്ച്, ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ മറ്റു പാർട്ടികളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്താനായിട്ട്, ഹിന്ദുക്കളെ മാറ്റി നിർത്താനായിട്ട്, തൻ്റെ പാർട്ടിയിലേക്ക് വോട്ടിനെ കൂടുതൽ കൊണ്ടുവരാനായിട്ട് വളരെ പ്രത്യക്ഷമായി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാ പാർട്ടിയും, ഞാൻ ഒരു പാർട്ടിയുടെ പേര് പറയുന്നില്ല, എല്ലാ പാർട്ടിക്കാരും അങ്ങനെ പല രീതിയിൽ ശ്രമിക്കാറുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ വോട്ടിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുണ്ടാക്കുന്ന ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു ദോഷമായിട്ട് അത് മാറുകയാണ്, അതൊരു വിഘടനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഒരുമിപ്പിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ ഒരു കക്ഷി ചേരുന്ന വിചാരമുണ്ടാകും, രാഷ്ട്രീയമായിട്ടുള്ളൊരു വിചാരമുണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. ഏത് രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിച്ചാലും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് അവരവരുടെ ഇഷ്ടമെന്നാണ് പറയുന്നത്. പക്ഷേ രാജ്യത്തെ സ്നേഹിക്കുക, നമ്മുടെ ധർമ്മത്തെ സ്നേഹിക്കുക, നമ്മുടെ ജീവിതത്തിലെ ഉന്നതി ഉണ്ടാകുന്ന ഏത് രാഷ്ട്രീയത്തിൽ നമുക്ക് ചേരാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ചേരുന്നത് വേറെ വിഷയം, ഹിന്ദു ഒന്നായിരിക്കുന്നത് വേറെ വിഷയം. ഹിന്ദു ഒന്നായിരിക്കുന്നതിന് എതിരായിട്ട് വരുന്ന ഒരു രാഷ്ട്രീയത്തെയും നമ്മൾ അംഗീകരിക്കരുത്. ഹിന്ദു ഒന്നായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. രാഷ്ട്രീയത്തിന് താത്കാലികമായ അസ്തിത്വം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം താൽക്കാലികമാണ്. ഇന്നൊരു പാർട്ടി ഭരിക്കുന്നു, 5 വർഷം ഭരിക്കുന്നു, അടുത്ത് വേറെ പാർട്ടി വരും, പിന്നെ വേറെ പാർട്ടി വരും, ഇത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഹിന്ദു ധർമ്മം ഒരിക്കലും മാറുന്നില്ല, നമ്മുടെ ജീവിതം ഒരിക്കലും മാറുന്നില്ല. അത് സനാതനമാണ്. അത് അനാദികാലം തൊട്ട് ശിവനിൽ നിന്നും വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവിൽ നിന്നും തുടങ്ങി വന്ന പരമ്പരയിൽ ജീവിച്ച, ഋഷിമാരുടെ പരമ്പരയിൽ ജീവിച്ച ആർഷ മക്കളാണ് നമ്മൾ. അപ്പോൾ അവിടെ പാർട്ടിയുടെ ഭേദം നമ്മൾ കരുതരുത്.
ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ, നമ്മളെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം. പാർട്ടി ഏതായാലും ഹിന്ദു ധർമ്മ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പാർട്ടിയുടെ ആശയങ്ങൾ കൊണ്ടുവരരുത്. അത് ഹിന്ദു ധർമ്മത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ വിദ്യാജ്യോതി അധ്യാപകരാണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അനുസരിക്കണം. സ്വാമിജി എന്താണോ പഠിപ്പിക്കുന്നത്, എന്താണോ നമ്മുടെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്, അതങ്ങനെ തന്നെ വേണം. അവിടെ പാർട്ടിയും ജില്ലയും ഒന്നും ബാധകമല്ല. ഇതിനെ നമുക്ക് ഉറപ്പിക്കാൻ, കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം 100 വർഷങ്ങൾക്ക് ഫലം തരുന്നതാകും. ഇത് ഉറപ്പിക്കണം. കാരണം രാഷ്ട്രീയമാണ് ഇനി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭേദം സൃഷ്ടിക്കാൻ പോകുന്നത്. അതിന് മറ്റൊരു കാര്യം നമുക്കറിയാം. നമ്മൾ ഭാരതത്തെ ഒന്നാക്കി കാണുമ്പോൾ, ഹിന്ദു ധർമ്മത്തെ ഒന്നാക്കി കാണുമ്പോൾ അത് സഹിക്കാൻ വയ്യാത്ത ചില ആൾക്കാരുണ്ട്. ആ ആൾക്കാർ ചെയ്യുന്ന എന്താണ്? അവർ ഭാഷാപരമായിട്ടുള്ള ഭേദം സൃഷ്ടിക്കും. ഭാഷ വേറെ വേറെ ഭാഷയാണ്. നമ്മുടെ ഭാഷ നമ്മുടേത്, മറ്റവരുടെ ഭാഷ അവരുടേത്. അതിൽ ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ വിഭാജനം ചെയ്തത് വാസ്തവത്തിൽ വലിയ ദോഷമായി. അപ്പം മറ്റ് പൊളിറ്റിക്സ് ഒന്നും നടക്കാതെ വരുമ്പോൾ ഇവർ ഭാഷയുടെ കാര്യത്തിലും അതുപോലെ നമ്മുടെ ജന്മപരമായിട്ടുള്ള ജീനൊക്കെ എടുത്തിട്ട് അതിൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ള കഥകൾ, കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് അത് അടിച്ചേൽപ്പിച്ച് നമ്മളെ വിശ്വസിപ്പിച്ച്, ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെയും മറ്റ് സഹായങ്ങളോടുകൂടി നമ്മളെ വിശ്വസിപ്പിച്ച് ചെറുപ്പക്കാരെ, കുട്ടികളെ, മക്കളെ അവരുടെ മനസ്സിനെ അതിനെ വിഘടിപ്പിച്ച് അവർ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്താതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കും. നമ്മുടെ ഭാരതം ഒന്നാണ്, അത് അഖണ്ഡ ഭാരതമാണ്. സ്റ്റേറ്റുകൾ തിരിച്ചിരിക്കുന്നത്, ഭാഷാ അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുന്നത് കേവലം അവിടെ വ്യവസ്ഥ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഭരണം നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. എല്ലാവരിലും ഭരണകാര്യങ്ങൾ എത്താൻ വേണ്ടി മാത്രമാണ് ഈ വിഭാജനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് എടുത്താൽ തമിഴ്നാട്ടിൽ എത്ര ജില്ലകളുണ്ട്? ആ ഓരോ ജില്ലകളിലും വേറെ അഡ്മിനിസ്ട്രേഷനുണ്ട്, താലൂക്കുകളുണ്ട്, പഞ്ചായത്തുകളുണ്ട്, വില്ലേജ് ഓഫീസുകളുണ്ട്, ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് ചെയ്തിരിക്കുന്നത്? പരസ്പരം ദ്രോഹിക്കാനോ, പരസ്പരം വിദ്വേഷം ചെയ്യാനോ, പരസ്പരം വഴക്കിടാനോ അടിക്കാനോ അല്ല, ആ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആശ്രമത്തിൽ സ്വാമിജി ചെയ്യുന്ന ഈ പ്രവർത്തനത്തിലും വിഭാഗങ്ങളുണ്ടല്ലോ. ഓരോ ജില്ലയിലെ ഓരോ പ്രമുഖരായിട്ട് ഇപ്പോൾ സ്വാമിജി പരിചയപ്പെടുത്തി. അപ്പോൾ അവർ ഓരോ പ്രമുഖരാണ്, ഓരോ ജില്ലയുടെ കാര്യങ്ങൾ നോക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ജില്ലയുടെ കാര്യം നോക്കുന്ന വേറെ ജില്ലക്കാരനുമായിട്ട് വിരോധമാണെന്നാണോ? അവർ തമ്മിൽ ശത്രുക്കളാണെന്നാണോ? അല്ലല്ലോ. അത് വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഭാരതം ഒന്നാണ്. അതിന് കാരണം ഇവിടെയുള്ള സംസ്കാരം ഒന്നാണ്. ഒരു സംസ്കാരത്തിൽ ഒരുപോലെ ജനിച്ച്, ഒരുപോലെ വളർന്ന്, ഒരുപോലെ ജീവിക്കുന്നവരാണ് ഭാരതീയർ. അത് കാശ്മീരിൽ പോയാലും അങ്ങനെയാണ്, ഹിമാലയത്തിൽ പോയാലും അങ്ങനെയാണ്, കന്യാകുമാരിയിൽ വന്നാലും അങ്ങനെയാണ്, മധ്യപ്രദേശിൽ പോയാലും അങ്ങനെയാണ്, അരുണാചലിൽ പോയാലും ബംഗാളിൽ പോയാലും എവിടെ പോയാലും അങ്ങനെയാണ്. അതിന് വ്യത്യാസമില്ല. ഇപ്പം ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത്, കേരളത്തിലാണ്. പക്ഷെ ഞാൻ ജീവിക്കുന്നത് 10-30 വർഷമായിട്ട് ഹിമാലയത്തിലാണ്. ആർക്കും ഒരു വിരോധമില്ല. അവിടെ ഹിമാലയത്തിലുള്ള ആൾക്കാർ പറയുന്നില്ല, ഇയാൾ കേരളത്തിൽ നിന്ന് വന്ന ആളാണ്, ഇയാൾക്ക് എന്തിനാണ് നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത്, ഇയാൾ എന്തിനാണ് ആശ്രമത്തിൽ താമസിപ്പിക്കുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ആരും വിചാരിക്കുന്നില്ല. നമ്മൾ പ്രവർത്തിക്കുന്നു, ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നു, രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്നു, മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്നു, ബംഗാളിൽ പ്രവർത്തിക്കുന്നു, എല്ലാ സ്ഥലത്തും, ആസാമിൽ നമ്മൾ പോകുന്നു, എല്ലാ സ്ഥലത്തും നമ്മൾ പോകുന്നു. എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ധർമ്മപ്രചരണം നമ്മൾ ചെയ്യുന്നു. അവിടെ ആരും പറയുന്നില്ല, നിങ്ങൾ ദക്ഷിണത്തിൽ നിന്ന് വന്നതാണ്, നിങ്ങൾ തെക്കുന്ന് വന്നവരാണ്, നിങ്ങൾക്ക് ഇവിടെ എന്താ സ്ഥാനം, നിങ്ങൾ ഒഴിഞ്ഞു പോകണം, നിങ്ങളുടെ ഭാഷ നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നിങ്ങളെ നമുക്ക് വേണ്ട എന്ന് ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അതാണ് ശരി, അതാണ് ഭാരതം. അപ്പം അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ ഭാരതത്തിലെ ഒരു വ്യക്തി പോലും ഭാരതീയ ചിന്താഗതിയിൽ, ഭാരതീയ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി പോലും ഭാരതത്തിലെ മറ്റു മക്കളോട് വിരോധഭാവം വയ്ക്കാൻ പാടില്ല. അത് അധർമ്മമാണ്, തെറ്റാണ്. ഒരു കഥ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്.
ആര്യന്മാര് ദ്രാവിഡന്മാരെന്നുള്ള കഥ നിങ്ങളെല്ലാം കേട്ടിട്ടിരിക്കുമല്ലോ. ആര്യന്മാരെല്ലാം അവിടെയുള്ളവരാണ്, വടക്കുള്ളവരാണ്. ദ്രവിഡന്മാരെല്ലാം തെക്കുള്ളവരാണ്. അപ്പോൾ ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരള ഇതെല്ലാം ചേർത്ത് ദ്രവിഡദേശം. അതെല്ലാം അങ്ങോട്ട് പോയിട്ട് ആര്യദേശം എന്നാക്കി. എന്തൊക്കെ കഥയാണ് സൃഷ്ടിച്ചത്! ഇതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. ഇത് പാശ്ചാത്യർ, വെസ്റ്റേൺ എഴുത്തുകാരുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ്. വെറും അവർ അന്നത്തെ കാലത്ത് അവരുടെ പൊളിറ്റിക്കലി മൈലേജിന് വേണ്ടി ചെയ്ത ഒരു കെട്ടുകഥയാണ്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. സ്കൂളിൽ നമ്മളെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വിട്ടു. മുട്ടത്തെറ്റുകളാണ് പഠിപ്പിച്ചത്. യാതൊരുവിധ സത്യവും അതിലില്ല. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ പുരാണങ്ങൾ എടുക്കുക. പുരാണങ്ങൾ അറിയാലോ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. മഹാഭാരതം, രാമായണം, ഈ വേദത്തിൽ നമുക്ക് പോട്ടെ, വേദത്തിൽ വളരെ ദൂരെ, വേദം നമുക്കറിയില്ല. ഈ പറയുന്ന പുരാണങ്ങളിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഇതിഹാസ ഗ്രന്ഥങ്ങളിലും കാവ്യങ്ങളിലും എല്ലാ സ്ഥലത്തും ഭാരതത്തെ ഒന്നായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അവിടെ ഒരു സ്ഥലത്ത് പോലും അന്നത്തെ കാലത്ത്, അതായത് ഒരു 5000 വർഷം മുമ്പോ 2000 വർഷം മുമ്പോ 1000 വർഷം മുമ്പോ അവിടെ ആര്യന്മാര്, ദ്രവിഡന്മാരെന്നുള്ള വിഭാഗം ഉണ്ടായതായിട്ട് ഒരു തെളിവുമില്ല. മറിച്ച് ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം മീഡിയയിലൊക്കെ വരുമ്പോൾ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വിഭാഗം ചെയ്യുന്നത്? രാമായണത്തിലെ കഥ എല്ലാവർക്കും അറിയാം. കഥയൊന്നും പറയാൻ എനിക്ക് സമയമില്ല. എത്ര സമയം? അപ്പോൾ രാമായണത്തിലെ കഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ദശരഥ മഹാരാജാവ്, ശ്രീരാമചന്ദ്രൻ്റെ അച്ഛനാണ് ദശരഥൻ. എല്ലാവർക്കും അറിയാമല്ലോ, കുട്ടികൾക്കൊക്കെ. നിങ്ങളെല്ലാം വിദ്യാജ്യോതികളാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ദശരഥൻ യാഗം നടത്തുന്നു, വലിയ യാഗം നടത്തുന്നു. അപ്പോൾ ആ യാഗത്തിൽ അവിടെ ആരെയൊക്കെ ക്ഷണിച്ചു എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ രാജാക്കന്മാരെയാണ് ആ യാഗത്തിന് വരാൻ ക്ഷണിച്ചത്? അപ്പോൾ ഉത്തര ഭാരതത്തിലുള്ള വലിയ വലിയ രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ, ആ രാജാക്കന്മാരുടെ ലിസ്റ്റിൽ അതുപോലെ തന്നെ ദക്ഷിണത്തിൽ നിന്നും, ചോളരാജ്യത്തിൽ നിന്നും, ദ്രവിഡ രാജ്യത്തിൽ നിന്നും വന്നവരുടെ രാജാക്കന്മാരെ ക്ഷണിച്ചതും അവരുടെ അവരെന്തൊക്കെ കൊണ്ട് അവിടെ സമർപ്പിച്ചു പോയി എന്നുള്ളതൊക്കെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദ്രാവിഡ ആര്യ വിഭാഗം ഉണ്ടായിരുന്നുവെങ്കിൽ, ദശരഥ മഹാരാജാവ് അയോധ്യയിലുണ്ടായിരുന്ന ദശരഥ മഹാരാജാവ് ഇവിടെ തമിഴ്നാടിൽ നിന്ന് രാജാക്കന്മാരെ ക്ഷണിക്കുമായിരുന്നോ? ഇല്ല. അത് അവർ ദ്രവിഡരാണ്, അവരിവിടെ വരാൻ പാടില്ല എന്ന് ക്ഷണിക്കുമായിരുന്നില്ല. അപ്പോൾ അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവർ പോയി എന്താ ചെയ്തതെന്ന് വരെ അവിടെ വർണ്ണിക്കുന്നു. മഹാഭാരതത്തിലെ ഒരു 4 സ്ഥലത്ത്, 4-ലധികം സ്ഥലമുണ്ട്, 4 സ്ഥലത്ത് വ്യക്തമായിട്ട് യുധിഷ്ഠിരൻ്റെ രാജസൂയം നടക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ രാജസൂയത്തിന് മുമ്പ് യാത്ര നടക്കുന്ന സമയത്ത്, യുദ്ധത്തിൻ്റെ സമയത്ത്, മഹാഭാരത യുദ്ധം ചെയ്യുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ ദ്രവിഡദേശത്ത് നിന്ന് വന്ന രാജാക്കന്മാരെക്കുറിച്ചും അവരതിൽ പങ്കെടുത്തതിനെക്കുറിച്ചും യുധിഷ്ഠിരൻ്റെ രാജസൂയ യജ്ഞത്തിൽ വലിയ വലിയ സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി കൊടുത്തതൊക്കെ, ഇപ്പോൾ ഏലം, മറ്റ് സാധനങ്ങൾ ഇവിടെ നമുക്കിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അവർ രാജാക്കന്മാർ കൊണ്ടു കൊടുത്തതൊക്കെ അവിടെ വ്യക്തമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ കാലത്ത് 5000 വർഷം മുമ്പേ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിക്കില്ലായിരുന്നല്ലോ. ഇപ്പം നമ്മളെ കല്യാണത്തിന് വിളിക്കുന്നത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ ജാതിക്കാരെ, നമ്മുടെ ആൾക്കാരല്ലേ വിളിക്കുക. നല്ല നല്ല മംഗളകാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിളിക്കാറില്ലല്ലോ. അങ്ങനെയല്ലേ ജാതി വിഭാഗത്തിലും ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെയല്ലേ നടക്കുക. അപ്പോൾ അങ്ങനെ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങ് തീവ്രമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിക്കില്ലായിരുന്നു, ക്ഷണിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ആവുമായിരുന്നു. പക്ഷേ ക്ഷണിച്ചു, എല്ലാവരും പോയി. അവിടെ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് എന്താണ് അവർ ചെയ്തത്. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിൽ, ഓരോ ശാസ്ത്രങ്ങളിൽ, നമ്മൾ പുരാതന ശാസ്ത്രത്തിലെല്ലാം ഭാരതത്തിൻ്റെ ഐക്യവും നമ്മുടെ ധർമ്മത്തിൻ്റെ ഐക്യവും ദൃഢമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ഇനി ആരെങ്കിലും ഈ പറയുന്നവർ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കാണിക്കട്ടെ അങ്ങനൊരു വിഭാഗം ഉണ്ടായിരുന്നു, ആ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് പരസ്പരം ഭേദിച്ചിരുന്നു എന്ന്.
ഒന്നുമില്ല. ഇത് അവർ ഈ വെസ്റ്റേൺ ആൾക്കാർ എഴുതിയ കുറേ സാധനങ്ങളെടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു രീതിയിലുള്ള ബന്ധവുമില്ല. ഇപ്പോൾ ജീന് പരീക്ഷിച്ചപ്പോൾ, ശരീരത്തിലെ ജീന് പരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു വർഷം മുമ്പാണ് അത് നടന്നത്. അതിൽ പറയുന്നത് അഖണ്ഡ ഭാരതത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും മൂലമായിട്ടുള്ള ജീന് ഒന്നാണ്. അവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഒന്നുമില്ല. അത് മൂലമായിട്ടുള്ളത് ഒന്ന് തന്നെയായിരുന്നു. അതിൽ നിന്ന് പിന്നെ മാറി മാറി പിന്നെ ജീനിൻ്റെ പരിവർത്തനത്തിനൊരു കഥയുണ്ട്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. നമ്മുടെ ജീവിതങ്ങൾ മാറുന്ന അനുസരിച്ച് കുറേ മാറ്റങ്ങൾ വന്നതാണ് എന്ന് ഒരൊറ്റ ഇതിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഭേദം ചെയ്യുക? അപ്പോൾ ഇതൊക്കെ കെട്ടുകഥകളാണ്. ഇതെല്ലാം മറക്കുക. ഇതിലൊന്നും യാതൊരു വിധമായിട്ടുള്ള സത്യവുമില്ല. നമ്മുടെ ധർമ്മത്തിൻ്റെ ശരിയായിട്ടുള്ള രൂപം ഇന്നിപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വക്തവ്യം അവസാനിപ്പിക്കാം. സമയം ആയെന്ന് തോന്നുന്നു. നിൽക്കണം. ഇന്നിപ്പോൾ എന്താണ്? ന്യൂ ഇയർ അല്ലേ? കൽപ്പതൊരു ദിവസം. വളരെ നന്നായി. അപ്പോൾ നിങ്ങൾ ന്യൂ ഇയർ അംഗീകരിക്കുന്നില്ല? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അതിനൊരു ക്ലാപ്പിംഗ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ന്യൂ ഇയർ. ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത് വെറും കൽപ്പിതമായിട്ടുള്ള ന്യൂ ഇയർ ആണ്. ഈ ന്യൂ ഇയറിൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അവിടെ കേന്ദ്രയിലും പറഞ്ഞു. അതായത് ഇത് നമ്മളെ പല തട്ടിപ്പുകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ ഭ്രമത്തിലിട്ടിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തോട്ട് നമ്മളിത് പഠിച്ചു വന്നിരിക്കുന്നു. എല്ലാവരും ഇതാണ് അംഗീകരിക്കുന്നത്. അപ്പം 31 രാത്രി എല്ലാവരും ആഘോഷിക്കുന്നു, മദ്യം കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പാർട്ടി ചെയ്യുന്നു. പാതിരാത്രി നമ്മുടെ ഏതെങ്കിലും ഉത്സവത്തിൽ ഇങ്ങനെ ഒരു പാതിരാത്രി മദ്യം കഴിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ? നമ്മുടെ ഉത്സവങ്ങൾ, ന്യൂ ഇയർ, പുതിയ പൊങ്കൽ ഇടുന്നതെല്ലാം പകലാണ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം. നമ്മൾ ദേവന്മാരെ അംഗീകരിക്കുന്നവരാണ്. സൂര്യദേവൻ ഉദിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിതം തുടങ്ങുക, പ്രകൃതിയുടെ ജീവിതം തുടങ്ങുക, പ്രകൃതിയിൽ നിന്ന് ശക്തി നമുക്ക് പകർന്നു കിട്ടുക. അതുകൊണ്ട് നമ്മുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് പകലാണ്, രാത്രിയല്ല. അവരുടെ ന്യൂ ഇയർ ആണ് രാത്രി 12 മണിക്ക് രാത്രി എല്ലാവരും കിടന്നുറങ്ങണം. അത് ആസുരികമാണ്, രാക്ഷസമാണ്. ഈ രാത്രി ആഘോഷിക്കുന്നത്, ഈ ആഘോഷമെന്ന് പറയുന്നത് രാക്ഷസീയമാണ്. അതുകൊണ്ടാണ് അവർ മദ്യം കഴിക്കുന്നതും മാംസം കഴിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ അഴിഞ്ഞാടുന്നതും ഒക്കെ. കാരണം അതൊക്കെ കാണിക്കുന്നത് മുഴുവൻ രാക്ഷസീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അവിടെ അവരെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരെങ്കിലും രാത്രി 12 മണിക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ന്യൂ ഇയറിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പടുക്കയിടും, പൊങ്കാലയിടും, വിളക്ക് കത്തിക്കും, നല്ല പുതിയ വസ്ത്രങ്ങൾ ഉടുക്കും, നന്നായിട്ട് കുളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, അർച്ചന ചെയ്യും, പൂജ ചെയ്യും, സ്തോത്രങ്ങൾ പഠിക്കും. ഇതാണ് നമ്മൾ ന്യൂ ഇയറിന് സാധാരണ ചെയ്യുന്നത് അല്ലേ? ചിത്തിരമാസം 1-ാം തീയതി അല്ലേ? വിഷു 1. നമ്മുടെ മലയാളത്തിൽ വിഷു 1 ഏപ്രിൽ 14 മേടമാസം 1-ാം തീയതി. അപ്പോൾ ആ ദിവസം നമ്മളിതെല്ലാം ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ തൈമാസത്തിൽ നമ്മൾ തൈപ്പൊങ്കൽ വരുന്നുണ്ട്. തൈപ്പൊങ്കലിൽ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ രാത്രി ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെല്ലാം പകല് സൂര്യൻ ഉദിച്ച് സൂര്യനെ സാക്ഷി നിർത്തി, ദേവന്മാരെ സാക്ഷി നിർത്തിയാണ് ചെയ്യണത്. അതാണ് നമ്മുടെ സാത്വികത, അതാണ് ഭാരതീയത. അല്ലാതെ രാത്രി ക്ലബിൽ പോകുന്നതും അഴിഞ്ഞാടുന്നതും ഒന്നും ഭാരതീയമല്ല. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയെല്ലാം ആസുരികമായി പോയത്, രാക്ഷസീയമായി പോയത്. കാരണം എന്താണ്? ഈ രാത്രി ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, കള്ളന്മാരുടെ പരിപാടിയാണ്. നിശാചരന്മാരെന്നാ പറയാ. നിശാചരൻ എന്ന് പറഞ്ഞാൽ ആ ശബ്ദം, നിശ എന്ന് പറഞ്ഞ രാത്രി, ചരിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്നവർ. നാശകരമാണ്. അതെ, നിശാചര നാശകരം നമാമി. അപ്പം അതുകൊണ്ട്
നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള പുതുവർഷം തന്നെ ആഘോഷിക്കണം, അതിന് പൂജ ചെയ്യണം. അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതെപ്പോഴെങ്കിലും ഇനിയും എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ വരുമ്പോൾ ഞാൻ വിസ്തരിച്ച് പറയാം. ഇപ്പം നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട്, പിന്നെ നിങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഇനി വരുമ്പോൾ വിസ്തരിച്ച് പറയാം. അപ്പോൾ വളരെ വളരെ സന്തോഷം നിങ്ങളോട് ഇങ്ങനെ 2 വാക്ക് സംവാദിക്കാൻ കഴിഞ്ഞു. ഈ ഒരു അവസരത്തിലൂടെ എത്താൻ കഴിഞ്ഞു. ഇത് വളരെ വളരെ നന്നായിട്ട് ഇനിയും വ്യാപകമായിട്ട് നടക്കട്ടെ. ഇപ്പോൾ സ്വാമിജി ശ്രീലങ്ക വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയും ശ്രീലങ്കയിൽ നിന്ന് കൂടുതൽ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മലേഷ്യയിലേക്ക്, കുവൈറ്റിലേക്ക്, സിംഗപ്പൂരിലേക്ക്, അപ്പോൾ എവിടെയൊക്കെ തമിഴകത്തെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ, ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ടോ, അവിടെ ഒക്കെ ഈ വിദ്യാജ്യോതി പരമ്പര എത്തണം. അതിന് വേണ്ടിയിട്ടല്ല നമ്മളൊക്കെ ഉണ്ടാകുന്ന സഹായങ്ങളെല്ലാം നമ്മൾ സ്വാമിജിക്ക് ചെയ്യും. അത് സ്വാമിജിയോടൊപ്പം നമ്മളുണ്ട്. വളരെ വളരെ സന്തോഷം. നമസ്കാരം. ഹരി ഓം.